ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് റുവ ഡിസൈൻസിൽ കാണാൻ പോകുന്നത്. ഹാൻഡ് വർക്ക്ഡ് ചിക്കൻ കറി ടോപ്പ് മെറ്റീരിയൽ. ചിക്കൻ കറി വർക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് അല്ലേ. നമ്മുടെ ഷോറൂമിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സാരീസ് ആണേലും ചുരിദാർ മെറ്റീരിയൽസ് ആണേലും ടോപ്സ് ആണേലും ചിക്കൻ കറി വർക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ റുവ ഡിസൈൻസിലെ വീഡിയോസിലൂടെ കാണിച്ചിട്ടുമുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന മെറ്റീരിയലിലെ ചിക്കൻ കറി എംബ്രോയിഡറി വർക്ക് കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക്ഡ് ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത്. മുകളിൽ തൊട്ട് താഴെ വരെയും എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. താഴ്വശത്ത് ഇങ്ങനൊരു പാറ്റേണിൽ വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവ്സിന് എടുക്കാൻ വേണ്ടിയാണ്. സ്ലീവ്സിലും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഈ മെറ്റീരിയലിനകത്താണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ഇതിന് മുൻപേയും ചിക്കൻ കറി എംബ്രോയിഡറി വർക്ക് കണ്ടിട്ടുണ്ടല്ലോ, അപ്പം അതും ഇതും തമ്മിൽ എന്തോ വ്യത്യാസം. ആ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആ ഡിഫറൻസ് എന്താണെന്ന്. മെഷർ എംബ്രോയിഡറി ചെയ്ത് വരുന്ന ഫാബ്രിക്കിൻ്റെ ആ ബാക്ക് സൈഡ് വളരെ നീറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് ചിക്കൻ കറി വർക്കിൻ്റെ. മനസ്സിലായി? ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ളതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയായിരിക്കും. കെട്ടിട്ട് നിർത്തി അടുത്ത സൈഡിലോട്ട് ആ നൂല് വലിച്ചിട്ടുള്ളതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എംബ്രോയിഡറി ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ഹാൻഡ് എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ എന്തുമാത്രം എഫേർട്ടും ടൈമും ആണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക്ഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെയും ഇത് ഒരു പ്രീമിയം റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ജീൻസിൻ്റെ കൂടെ കുർത്തിയായിട്ട് ഇടാം, അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്ക് സെറ്റായിട്ടും വെയർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു സെറ്റ് ഈ ഒരു കുർത്തിയുടെ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരുപാട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് നമ്മളീ കാണുന്നത്. ഇതിനകത്ത് ഓരോ മെറ്റീരിയലും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. യുണീക്ക് ആയിട്ടുള്ള പീസസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊരു ബ്യൂട്ടിഫുൾ ലൈലാക്ക് ഷെയ്ഡാണ്. എൻറ്റയർ സെറ്റിനകത്തും ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എംബ്രോയിഡറി വർക്കിൻ്റെ ഒക്കെ ഫിനിഷിങ് കണ്ട നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ബാക്ക് സൈഡിലും ഇതുപോലെ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. സ്ലീവിലും എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റൽ പീച്ച് ഷെയ്ഡാണ്. ബാക്ക് സൈഡിലും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഡാർക്ക് പീച്ച്, കുറച്ചുകൂടി ഒരു ബ്രൈറ്റർ പീച്ചാണിത്. ഒതന്റിക് ആയിട്ടുള്ള ലക്നൗവി ചിക്കൻ കറി വർക്കാണ് ഈ ചെയ്തിട്ടുള്ളത്. ലാവൻഡർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പേസ്റ്റൽ ഷെയ്ഡ് ഓഫ് വയലറ്റ് ആണിത്. ഓക്കെ, ഒത്തൻറ്റിക് ആയിട്ടുള്ള ലക്നൗവി ചിക്കൻ കറി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.